നമസ്കാരം. പ്രധാന വാർത്തകൾ. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വർഗീയതയ്ക്കുമെതിരെയുള്ള ജനാധിപത്യപരമായ തേരോട്ടത്തിൽ കുന്നംകുളത്തിന്റെ കോട്ടക്കൊത്തളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ത്രിവർണ്ണക്കൊടി പാറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പുതുയുഗയാത്രയ്ക്ക് കുന്നംകുളത്തും ചാവക്കാടും ഉജ്ജ്വല സ്വീകരണം. കുന്നംകുളം തൃശൂർ യാത്രയ്ക്ക് ഇനി വേഗം കൂടും. നവീകരിച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പാർമേക്കാവ് മുതൽ കല്ലുംപുറം വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ പൂർത്തീകരണ ഉദ്ഘാടനം നാളെ രാവിലെ 10:30 കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന വേദിയിൽ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങ് CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഇരുപ്പുവേല അധികാരപ്പറ പുറപ്പെട്ടു. 18 ദേശത്തിനും പാരമ്പര്യ അവകാശിയായ മേലേപ്പുരയ്ക്കൽ കുറുമ്പയുടെ തറവാട്ടിൽ നിന്നുമാണ് പറ പുറപ്പെട്ടത്. വേലയാഘോഷം ഫെബ്രുവരി 22, 23, 24 തീയതികളിൽ. ഗുരുവായൂർ തിരുവെങ്കിടം നിവാസികളുടെ റെയിൽവേ അടിപ്പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ദക്ഷിണ റെയിൽവേ ഇതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കുന്നംകുളത്തെ ഇടതുപക്ഷ കോട്ട ഈ തെരഞ്ഞെടുപ്പിൽ UDF തകർക്കുമെന്നും ജനങ്ങൾ അത് ഏറ്റെടുത്തുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന സന്ദേശമുയർത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് കുന്നംകുളത്ത് നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വർഗീയതയ്ക്കും എതിരെയുള്ള ജനാധിപത്യപരമായ തേരോട്ടത്തിൽ കുന്നംകുളത്തിന്റെ കോട്ടക്കൊത്തളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ത്രിവർണ്ണക്കൊടി പാറിക്കും. നിലവിലെ സംസ്ഥാന ഭരണത്തിനെതിരെ ഇടതുപക്ഷ സഹയാത്രികരായ സച്ചിദാനന്ദനും സാറാ ജോസഫും പ്രസ്താവനകൾ ഇറക്കി. ഇടതുപക്ഷ ഭരണത്തിന്റെ അന്ത്യം കാണാനാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ളവർ ആഗ്രഹിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. പോകുന്ന പോക്കിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് ഇടത് സർക്കാർ മലയാളിയുടെ തലയ്ക്ക് മീതെ വെച്ചിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം ലോകോത്തര തട്ടിപ്പിന്റെ പുതിയ മാതൃകയാണ്. 600 പേർ കഴിച്ച പ്രഭാത ഉച്ചരാത്രി ഭക്ഷണത്തിന്റെ കണക്ക് മാത്രം മതി അടിച്ചുമാറ്റലിന്റെ ആഴം മനസ്സിലാക്കാൻ. ഇല്ലാത്ത ഭജന സംഘത്തിന്റെ പേരിലും മറ്റ് വ്യാജ കണക്കുകൾ ഉണ്ടാക്കിയും പണം തട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊന്നും ജനം പൊറുക്കില്ലെന്നും കേരളത്തെ ഏതൊക്കെ രീതിയിൽ ഇടതുപക്ഷം തകർത്തു ആ എല്ലാ മേഖലയെയും ഐക്യജനാധിപത്യ മുന്നണി പുതുക്കിപ്പണിയുന്ന പുനരുജ്ജീവനത്തിന്റെ മാതൃക സൃഷ്ടിക്കുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. നമ്മൾ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങോട്ട് ഭിന്നിപ്പിക്കാൻ വരണ്ട എന്ന് നമ്മൾ പറയാം. അതാ എന്നോട് പലരും ചോദിക്കും, എന്തിനാ ഇത്ര കട്ടിക്ക് പറയുന്നത്? ഞാൻ പറഞ്ഞു, മതേതര കേരളം ഈ മതേതര നിലപാടിനെ ഇരു കൈകളും നീട്ടി ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. അതാണ് എന്റെ ഉറച്ച വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തലയെടുപ്പോടുകൂടി നിന്ന് നമ്മുടെ കേരളം ഈ രാജ്യത്തോട് പറയും, ഇതാണ് മതേതര കേരളം. ഈ രാജ്യത്തിന് മാതൃകയാക്കിയ സംസ്ഥാനമാക്കി മതസൗഹാർദ്ദത്തിൽ നമുക്ക് കേരളത്തെ മാറ്റണം. CMP ജനറൽ സെക്രട്ടറി CP ജോൺ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. UDF നിയോജകമണ്ഡലം ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ അധ്യക്ഷനായി. ചടങ്ങിൽ ജാഥാനായകൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പ്രവർത്തകർ ഹാരം അണിയിച്ച് സ്വീകരിച്ചു. സ്വീകരണത്തിന് ശേഷം വി ഡി സതീശൻ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. MLA മാണി C കാപ്പൻ, മുൻ MLAമാരായ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഷാജിമോൾ ഉസ്മാൻ, KPCC വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, KPCC ജനറൽ സെക്രട്ടറി ശശികുമാർ, MP ബെന്നി ബെഹന്നാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ്, CMP ജില്ലാ സെക്രട്ടറി ജയ്സിംഗ് കൃഷ്ണൻ, BPM ഷെഫീർ, UDF നിയോജകമണ്ഡലം ട്രഷറർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് CB രാജീവ്, DCC ഭാരവാഹികളായ KC ബാബു, K ജയശങ്കർ, ബിജോയ് ബാബു എന്നിവരും പങ്കെടുത്തു. ഉച്ചയ്ക്ക് 1:45 വടക്കാഞ്ചേരിയിലെ സ്വീകരണത്തിന് ശേഷം കുന്നംകുളത്ത് പുതുയുഗയാത്ര എത്തിയത്. വടക്കാഞ്ചേരി റോഡിലെ ദ്വാരകാ മൈതാനത്തിന് സമീപത്തു നിന്നും സ്വീകരണവേദിയായ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ജാഥയെ ആനയിച്ചു. തുറന്ന് വാഹനത്തിൽ കയറി നഗര അഭിവാദ്യം ഏറ്റുവാങ്ങിയാണ് ജാഥ ക്യാപ്റ്റൻ സ്വീകരണ സ്ഥലത്തെത്തിയത്. വർണ്ണക്കാവടികൾ, വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയായി. സ്വീകരണ കേന്ദ്രമായ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയ പ്രതിപക്ഷ നേതാവിനെ ആവേശം നിറഞ്ഞ മുദ്രാവാക്യം വിളികളോടെ എടുത്തുയർത്തിയാണ് വേദിയിലെത്തിച്ചത്. സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ വൻ അഴിമതിയും ദുരൂഹതയുമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുന്നംകുളത്ത് പുതുയുഗയാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭയിലോ ഭരണമുന്നണിയായ LDFിലോ യാതൊരുവിധ ചർച്ചകളും നടത്താതെ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കെ ഇത്തരമൊരു തീരുമാനമെടുത്തത് ഗൌരവകരമാണ്.
LDF കൺവീനർക്കോ മറ്റ് ഘടകകക്ഷി നേതാക്കൾക്കോ ഈ തീരുമാനത്തെക്കുറിച്ച് അറിവില്ല. എക്സൈസ് മന്ത്രി പ്രതിപക്ഷവുമായി ചർച്ച നടത്തിയെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി തന്നെയോ പ്രതിപക്ഷത്തെ മറ്റ് നേതാക്കളെയോ ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ലെന്ന് സതീശൻ വ്യക്തമാക്കി. അല്ല, ഗവൺമെന്റ് ഞങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇവർ ഡിമാൻഡ് ചെയ്തിരുന്നു 1 വർഷം മുമ്പ് ബാർ ഉടമകൾ ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോകുന്നത് ഞങ്ങളെങ്ങനെ അറിയണം? LDF കൺവീനറിന് അറിയില്ല, പിന്നെയാണ് ഞാൻ അറിയണം. അല്ല, ഗവൺമെന്റിന് LDFന്റെ കൺവീനർക്ക് അറിയില്ല, LDF നേതാക്കന്മാർക്ക് അറിയില്ല ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പോണത്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണല്ലോ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു മന്ത്രിസഭയിൽ വയ്ക്കാതെ ആരുമായിട്ട് ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എവിടെയും വയ്ക്കാതെ ആരോടും ചർച്ച ചെയ്യാതെ പിന്നെ ഞങ്ങൾക്ക് ഏകീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലോ. മന്ത്രിസഭയിൽ വയ്ക്കാതെയും ആരോടും ആലോചിക്കാതെയും എടുത്ത ഈ തീരുമാനം ചില താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് വ്യക്തമാണ്. ടൂറിസം കേന്ദ്രങ്ങളിലെ നൈറ്റ് ലൈഫിന്റെ പേരിൽ ബാറുകളുടെ സമയം കൂട്ടുന്നത് പ്രായോഗികമല്ല. എല്ലാ ബാറുകളുടെയും സമയം കൂട്ടാനാണ് സർക്കാർ നീക്കം. ബ്രൂവറി വിഷയത്തിൽ ഉണ്ടായതുപോലെ അതിവേഗത്തിലാണ് ഈ നീക്കവും നടക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷത്തിന്റെ നിലപാട് ആരോടാ പറഞ്ഞത്? അല്ല, എക്സൈസ് മന്ത്രിയോട് ഞാൻ എന്തായാലും ഈ വിഷയം സംസാരിച്ചിട്ടില്ല. ഈ വിഷയം ഞങ്ങൾ ആരും സംസാരിച്ചിട്ടില്ല. ഇത് വെറുതെ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രതിക്കൂട്ടിൽ എക്സൈസ്, അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ 1 കൊല്ലം മുമ്പാണ് വന്ന് കണ്ടിരുന്നത്. ഇങ്ങനെ പറഞ്ഞിരുന്നു. നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് റോളാണുള്ളത്? അങ്ങനെ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. നേരത്തെ ബ്രൂവറി അനുവദിച്ചപ്പോഴും സമാനമായ രീതിയിൽ സർക്കാർ രഹസ്യനീക്കം നടത്തിയിരുന്നുവെന്നും പിന്നീട് കോടതി അത് സ്റ്റേ ചെയ്തതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. KCBC ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. UDF പുതുയുഗ യാത്രയ്ക്ക് ചാവക്കാടും ഉജ്ജ്വല സ്വീകരണം. UDF അധികാരത്തിലെത്തിയാൽ കേരളത്തിൽ സമഗ്ര മാറ്റമുണ്ടാകുമെന്ന് ജാഥ ക്യാപ്റ്റൻ VD സതീശൻ പറഞ്ഞു. നാനാമേഖലകളിലുള്ളവർ ഈ സർക്കാരിനെതിരാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചാവക്കാട് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സാംസ്കാരിക നായകർ ഉൾപ്പെടെ ഇപ്പോൾ ആശങ്കയിലാണെന്നും ഈ രീതിയിൽ ഭരണം തുടർന്നാൽ കമ്മ്യൂണിസം ഇല്ലാതെയാകുമെന്നും ശിഹാബ് തങ്ങൾ കൂട്ടിച്ചേർത്തു. കേരളത്തെ പുതുക്കിപ്പണിയുമെന്നും നിരവധി തൊഴിൽ പദ്ധതികൾ സൃഷ്ടിക്കുമെന്നും ജാഥ ക്യാപ്റ്റൻ VD സതീശൻ പറഞ്ഞു. കാർഷിക ക്ഷീരവികസന പദ്ധതിക്കും പുനരുജ്ജീവനം നൽകും. തീരമേഖലയിൽ തൊഴിൽ അവസരം സൃഷ്ടിക്കുമെന്നും സിംഗപ്പൂർ മാതൃകയിൽ തുറമുഖ നഗരം തുറക്കുമെന്നും തീരദേശവാസികളായ നിരവധി പേർക്ക് തൊഴിലവസരം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചാവക്കാട് നഗരസഭാ പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങൾ, പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ പ്രകടനമായാണ് പൊതുസമ്മേളനവേദിയായ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ജാഥ എത്തിയത്. തുടർന്ന് പ്രവർത്തകർ തോളിലേറ്റിയാണ് ജാഥ ക്യാപ്റ്റനെ വേദിയിലേക്ക് എത്തിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് അധ്യക്ഷനായി. MP-മാരായ ബെന്നി ബെഹന്നാൻ, VK ശ്രീകണ്ഠൻ, കൊടിക്കുന്നിൽ സുരേഷ്, UDF നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, ജോസഫ് ടാജറ്റ്, C ഗോപപ്രതാപൻ, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കാനുള്ള നീക്കം പ്രതിപക്ഷത്തുള്ള ആരെയും അറിയിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവും പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഒരു തരത്തിലുള്ള കൂടിയാലോചനയും നടന്നിട്ടില്ലെന്നും സർക്കാരിന് വിഷയത്തിൽ ഒളിച്ചുകളിയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമിക സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ലീഗ് കടന്നുവെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി ഗുരുവായൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ വെച്ചുമാറുന്നത് സംബന്ധിച്ച കൃത്യമായ ഉത്തരം നൽകിയില്ല. അത് അദ്ദേഹം തന്നെ പറയേണ്ട കാര്യമാണ്. ഇത് ഞങ്ങളറിയില്ല. കാരണം ഞാനിപ്പോൾ വാർത്ത തന്നെ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ അറിയുന്നു. പ്രതിപക്ഷവുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള ചർച്ച ഇല്ല. പിന്നെ ഞങ്ങളുമായിട്ട് ഒരു ചർച്ച നടന്നില്ല. ഉണ്ടാവാൻ സാധിച്ചു. MP രാജേഷ് പോലെ ഒരാള് ഔദ്യോഗികമായി തന്നെ അതപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞവരോട് ചോദിക്കാന്നല്ലേ എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഈ പ്രതിപക്ഷം ഈ കാര്യങ്ങളൊക്കെ അറിയാം, തന്നെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വിളിച്ചു പറയിപ്പിക്കരുത്. അത് ഇങ്ങനെ അതായത് വഴിയെ പോണതിനോട് ഇത്തരം കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്കറിഞ്ഞൂടാ. ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ച പിന്നെ ഇടയ്ക്ക് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഈ ഗുരുവായൂർ സീറ്റ് അതെ. പിന്നെ അങ്ങനെ ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ബൽറാം ഇടഞ്ഞ് 1 മണിക്കൂറോളം പരിഭ്രാന്തി പരത്തി.
ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2:45 ആന ഇടഞ്ഞത്. തെക്കേനടയിലെ ശീവേലിപ്പറമ്പിൽ തളച്ചിരിക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെ ഉച്ചതിരിഞ്ഞുള്ള ശീവേലി എഴുന്നള്ളിപ്പിനായി കെട്ടും തറയിൽ നിന്ന് അഴിക്കാനെത്തിയ പാപ്പാന്മാരെ ആന ഓടിച്ചു. അനുസരണക്കേട് കാട്ടിയതോടെ പാപ്പാന്മാർക്ക് ആനയെ അഴിക്കാനായില്ല. പിന്നീട് ആനത്താവളത്തിൽ നിന്ന് കൂടുതൽ പാപ്പാന്മാരെത്തി. 3:45 ആനയെ വരുതിയിലാക്കിയത്. ശീവേലിയിൽ പങ്കെടുപ്പിക്കാതെ ലോറിയിൽ കയറ്റി ആനത്താവളത്തിലേക്ക് കൊണ്ടുപോയി. ശീവേലിക്ക് പകരം ആനയെ അയച്ചു. ഇടഞ്ഞാൽ വലിയ രീതിയിൽ ആക്രമണകാരിയാകുന്ന കൊമ്പനാണ് ബലറാം. അതുകൊണ്ട് തന്നെ പാപ്പാന്മാർ കനത്ത ജാഗ്രതയിലാണ് ആനയെ നിയന്ത്രിച്ചത്. നവീകരിച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പാർമേക്കാവ് മുതൽ കല്ലുംപുറം വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ പൂർത്തീകരണവും കുന്നംകുളം നഗരസഭയെയും കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിക്കടവ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനവും കലശമല ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനുള്ള ഭൂമി ഏറ്റെടുത്തതിന്റെ രേഖകൾ കൈമാറലും വ്യാഴാഴ്ച നടക്കുമെന്ന് AC മൊയ്തീൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30 കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന വേദിയിൽ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, K രാധാകൃഷ്ണൻ MP, MLAമാരായ മുരളി പെരുന്നെല്ലി, സേവ്യർ ചിറ്റ്ലപ്പള്ളി, P ബാലചന്ദ്രൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS കലശമല ടൂറിസം ഡെസ്റ്റിനേഷൻ വികസനത്തിനായി 13 കോടി രൂപ ചെലവിൽ ഏറ്റെടുത്ത 12 ഏക്കർ സ്ഥലത്തിന്റെ രേഖകൾ ഏറ്റുവാങ്ങും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും. 33.243 കിലോമീറ്റർ ദൂരം റോഡ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. 260 കോടി രൂപ അടങ്കലിൽ KSTP കുറ്റിപ്പുറം ഡിവിഷന്റെ മേൽനോട്ടത്തിൽ EKK ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് കരാർ കമ്പനിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയുള്ള ചെറുവള്ളിക്കടവ് പാലം 9.33 കോടി രൂപ ചെലവിലാണ് പുനർനിർമ്മിക്കുന്നത്. CH കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് പാലം നിർമ്മിക്കുന്നത്. 18 മാസമാണ് നിർമ്മാണ കാലാവധി. 5 വർഷം റോഡിന്റെ മെയിന്റനൻസ് നിർമ്മാണ കമ്പനിക്കായിരിക്കും. റോഡ് കടന്നുപോകുന്ന പ്രധാന സെന്ററുകളിൽ 19 ഇടത്തായി ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കും. മാർച്ച് മാസം അവസാനത്തോടെ സ്ട്രീറ്റ് ലൈറ്റുകളടക്കം സ്ഥാപിച്ച് റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തെരുവുവിളക്കുകളുടെ മെയിന്റനൻസ് ചുമതലയെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ റിന, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് എഞ്ചിനീയർമാരായ സംഗീത, വിദ്യ, കരാർ കമ്പനി എഞ്ചിനീയർ ശ്രീരാജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭൂമി ടൂറിസം വകുപ്പിന് കൈമാറ്റം ചെയ്യുന്ന റവന്യൂവിൻ്റെ എല്ലാ നടപടികളുമായിട്ടുണ്ട്. അത് ഏറ്റെടുക്കുന്ന ആ ഭൂമി ടൂറിസം വകുപ്പ് റവന്യൂവിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ വില കൊടുത്ത് ഭൂമി സർക്കാരിൻ്റേതായി. അതുകൂടി ഇപ്പോൾ നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ ഡെസ്റ്റിനേഷനിൽ ഭാവിയിൽ ഇപ്പം തന്നെ 1.5 കോടി രൂപയുടെ ഒരു ഹാള് പണിയാൻ വേണ്ടി ഈ നിലവിലെ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ സംഖ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനിങ് നടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ സ്ഥിരമായി അവിടെ കലാപരിപാടികൾ നടത്താനും മറ്റുമൊക്കെ ഇപ്പം തന്നെ സൗകര്യമാവുകയാണ്. ഇനി അതിൻ്റെ അതിർത്തി സംരക്ഷണം, തുടർന്ന് അവിടെയുള്ള ഡെവലപ്മെൻറ്റ് ഭാവിയിൽ ആലോചിക്കാൻ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എരുമപ്പെട്ടിയിൽ ജീപ്പിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്ക്. അപകടത്തിന് കാരണം ബൈക്ക് ഓടിച്ചിരുന്ന യുവാവിന്റെ അശ്രദ്ധയാണെന്ന് പറയുന്നു. എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് മുൻപിലായിരുന്നു അപകടം. ദേശമംഗലം സ്വദേശി 25 വയസ്സുള്ള ബാബുവിനാണ് പരിക്കേറ്റത്. ഇയാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബൈക്ക് ഓടിച്ച് പമ്പിൽ നിന്നും കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലേക്ക് കയറിയതോടെ ഇതുവഴി വന്നിരുന്ന ജീപ്പിന്റെ ചക്രത്തിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ നാട്ടുകാരും എരുമപ്പെട്ടി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകരും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുവെങ്കിലും ആദ്യം ഇയാൾ വിസമ്മതിക്കുകയായിരുന്നു. പിന്നീട് നിർബന്ധപൂർവ്വം എരുമപ്പെട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടം നിവാസികളുടെ റെയിൽവേ അടിപ്പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ദക്ഷിണ റെയിൽവേ ഇതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു. തിരുവെങ്കിടം മേഖലയിലേക്കുള്ള റെയിൽവേ ഗേറ്റ് അടച്ചതിനെ തുടർന്നാണ് അടിപ്പാത വേണമെന്ന ആവശ്യം ഉയർന്നത്. വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടത്തിനൊടുവിലാണ് റെയിൽവേയുടെ ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞത്. 5 മീറ്റർ വീതിയിലും 2.75 മീറ്റർ ഉയരത്തിലുമാണ് അടിപ്പാത രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. ബോക്സ് മാതൃകയിലാണ് നിർമ്മാണം. 6.46 കോടിയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. 12 മാസമാണ് നിർമ്മാണ കാലാവധി. മുഴുവൻ തുകയും റെയിൽവേയാണ് വഹിക്കുന്നത്. ഗുരുവായൂർ നഗരസഭ 7 ലക്ഷം രൂപ സെന്റേജ് ചാർജായി റെയിൽവേക്ക് അടച്ചതോടെയാണ് അടിപ്പാതയ്ക്ക് അനക്കം വെച്ചത്.
ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് അടിപ്പാതയ്ക്കായി നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. NK അക്ബർ MLAയുടെ നിരന്തര ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ തുക വകയിരുത്തുകയും ചെയ്തു. ഭൂമി ഏറ്റെടുക്കലിന്റെ ഘട്ടം എത്തിയതോടെ ദേവസ്വം ഭൂമി സൗജന്യമായി നൽകുന്നതിനെതിരെ ഹിന്ദു സംഘടനാ നേതാവ് കോടതിയിൽ നിന്ന് സ്റ്റേ സമ്പാദിച്ചു. പിന്നീട് റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ ഗുരുവായൂരിലെത്തി നടത്തിയ പരിശോധനകൾക്ക് ശേഷം നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് അടിപ്പാത യാഥാർത്ഥ്യമാകുന്നത്. ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ ഓർമ്മയായിട്ട് 6 വർഷം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ പത്മനാഭൻ അനുസ്മരണ ദിനം വ്യാഴാഴ്ച ആചരിക്കും. രാവിലെ 9 മണിക്ക് ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെ പത്മനാഭന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരാകും. ദേവസ്വം ആനത്താവളത്തിലെ ഗജവീരന്മാരായ ദാമോദർദാസ്, ബൽറാം, ദേവദാസ് എന്നിവർ പത്മനാഭന് സ്മരണാഞ്ജലി നേരും. 2020 ഫെബ്രുവരിയിലാണ് ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ ചരിഞ്ഞത്. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സത്യസന്ധത അവാർഡ് വിതരണവും രാജ്യപുരസ്കാർ പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. സ്കൂളിൽ നിന്നോ സ്കൂളിന് പുറത്തുനിന്നോ തന്റേതല്ലാതെ ലഭിക്കുന്ന പണമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ച് സത്യസന്ധതയോടെ പെരുമാറുന്ന വിദ്യാർത്ഥികൾക്ക് നൽകിവരുന്ന സത്യസന്ധത അവാർഡിന് ഈ വർഷം 25 കുട്ടികളാണ് യോഗ്യത നേടിയത്. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. വിദ്യാലയത്തിലെ അധ്യാപികയും തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലെ ആമക്കാവ് ഡിവിഷൻ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപിക TK നീതുവിന് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് TK നീതു ടീച്ചർ മെഡലുകൾ സമ്മാനിച്ചു. രാജ്യപുരസ്കാർ പരീക്ഷാ വിജയികളായ സ്കൌട്ട് വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC അനുമോദിച്ചു. അധ്യാപകരായ രാംദാസ്, ബിനിൻ, ശരണ്യ എന്നിവർ സംസാരിച്ചു. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റംസാൻ വ്രതാരംഭത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. പുണ്യമാസത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളും വിശ്വാസികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് പ്രാർത്ഥന നടത്തുന്ന വിശ്വാസികൾ രാത്രി പ്രത്യേക പ്രാർത്ഥനകളിൽ ഏർപ്പെടും. വിശുദ്ധ ഖുർആൻ പാരായണത്തിനും കൂടുതൽ സമയം നീക്കിവെക്കും. പ്രാർത്ഥനയോടൊപ്പം മതപഠന ക്ലാസുകളും ഖുർആൻ ക്ലാസുകളുമായി പള്ളികൾ സജീവമാകും. വരാനിരിക്കുന്ന 30 നാളുകൾ വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിന്റെ ദിനങ്ങളാണ്. റമദാന്റെ ഭാഗമായി CCTV അണിയിച്ചൊരുക്കുന്ന റയൻ 2026 വ്യാഴാഴ്ച മുതൽ രാവിലെ 6:30 വൈകിട്ട് 6 CCTV ന്യൂസ് ചാനലിൽ സംപ്രേഷണം ചെയ്യും. കണ്ടാനശ്ശേരി MSS UP സ്കൂളിന്റെ 58ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ VK ദാസൻ അധ്യക്ഷനായി. അധ്യാപക പ്രതിനിധി ഷിജി K വർഗീസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യുവ എഴുത്തുകാരി മനീഷ മുകേഷ് ലാൽ മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ VV തിലകൻ എൻഡോവ്മെന്റ് വിതരണവും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ അവാർഡ് വിതരണവും നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക VN സിന്ധു, എക്സൽസിയർ സ്കൂൾ പ്രധാന അധ്യാപിക CK ലില്ലി, PTA പ്രസിഡന്റ് M കൃഷ്ണകുമാർ, വിവിധ ക്ലബ്ബ് ഭാരവാഹികളായ VD ബിജു, TK സുവീഷ്, PM സന്തോഷ്, VA അരുൺ, VM മോഹൻദാസ്, PR ബൈജു, NC സുഭാഷ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അത്യാധുനിക രീതിയിൽ BM&BC നിലവാരത്തിൽ നവീകരിച്ച പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പട്ടാമ്പി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പാതയുടെ നിലനിൽപ്പിന് വൻ ഭീഷണിയാകുന്നു. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച റോഡിന്റെ പല ഭാഗങ്ങളും പൈപ്പ് പൊട്ടൽ മൂലം തകർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം പട്ടാമ്പി റോഡിൽ 3 മീറ്ററോളം ഭാഗം ഇത്തരത്തിൽ തകർന്നിരുന്നുവെങ്കിലും ഇതുവരെ റീടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയിട്ടില്ല. റോഡിനടിയിലൂടെ കടന്നുപോകുന്ന തൃത്താല കുടിവെള്ള പദ്ധതിയുടെ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള പൈപ്പുകളാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കാലപ്പഴക്കമുള്ള പൈപ്പുകൾ വെള്ളത്തിന്റെ മർദ്ദം താങ്ങാനാവാതെ ഇടയ്ക്കിടെ പൊട്ടുന്നത് റോഡിന്റെ അടിത്തറ ഇളക്കുകയും ടാറിംഗ് തകരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ഇത്തരത്തിൽ റോഡിലൂടെ ഒഴുകി പാഴാകുന്നത്. ഇത് പ്രദേശത്തെ കുടിവെള്ള വിതരണത്തെയും രൂക്ഷമായി ബാധിക്കുന്നുണ്ട്. ജില്ലാ അതിർത്തി വരെയുള്ള വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി റോഡ് ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. റോഡ് നവീകരിക്കുന്ന സമയത്ത് ഈ പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും ജല അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ ഇപ്പോൾ പുതുതായി നിർമ്മിച്ച പൊതുമുതൽ നശിക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ വലിയ തോതിൽ പണം ചെലവാക്കി നിർമ്മിച്ച സംസ്ഥാനപാത പൂർണ്ണമായും തകരുമെന്ന ആശങ്കയിലാണ് യാത്രക്കാരും നാട്ടുകാരും. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ്
എക്കോസെൻസ് ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ശുചിത്വ പഠനോത്സവം കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ VV തിലകൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് CK സുദീപ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സുൽഫത്ത് ബക്കർ, വിനു ജോൺസൺ, ഗംഗാധരൻ മാസ്റ്റർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CO ആന്റോ, മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് T ഇമ്മട്ടി, പ്രധാന അധ്യാപകൻ PJ സ്റ്റൈജു എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ITC റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണം. ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. നിരവധി വിദ്യാർത്ഥികൾ വരുന്ന പട്ടികജാതി പട്ടിക വികസന പ്രീ മെട്രിക് ഹോസ്റ്റൽ, ഗവൺമെന്റ് ITI എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയിലേക്കുള്ള റോഡാണിത്. 10 വർഷം മുൻപാണ് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ദുസ്സഹമായിരിക്കുകയാണ്. രോഗികളെയും വയോധികരെയും കൊണ്ടുപോകുന്നതിനും മറ്റും ഓട്ടോറിക്ഷ, കാർ എന്നിവ വാടകയ്ക്ക് വിളിച്ചാൽ വരാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ടുതന്നെ ഉയർന്ന പ്രദേശമായ ITC റോഡിലൂടെ സഞ്ചരിക്കുന്നതിന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മുൻ വാർഡ് മെമ്പറും മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റുമായ സെഫീന അസീസ്, നാട്ടുകാരായ ഔസേബ്, ഷാജി, അഷ്റഫ്, ബാബു മുരിങ്ങത്തേരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേലയോടനുബന്ധിച്ചുള്ള പറപ്പുറപ്പാട് ആരംഭിച്ചു. പള്ളിപ്പുറം വൈശാഖിന്റെ നേതൃത്വത്തിൽ 51-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരന്ന മേളത്തിന് ശേഷമാണ് പറയെടുപ്പ് ആരംഭിച്ചത്. വഴിപാടിന്റെ ഭാഗമായി നിരവധി ഭക്തർ പറ നിറച്ചു. ക്ഷേത്രം കോമരം ഹരിദാസ് കാഞ്ഞിരക്കോട് വിത്തെറിഞ്ഞ് കൽപ്പന പുറപ്പെടുവിച്ചു. കൊണ്ടയൂർ വാസുദേവൻ പറമേളത്തിന് നേതൃത്വം നൽകി. ക്ഷേത്രം മേൽശാന്തി അനൂപ് എംബ്രാതിരി പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഊരാളൻ TS മുരളി, പ്രസിഡന്റ് മുരളി കിഴക്കൂട്ട്, സെക്രട്ടറി ബാബു വടുതല, ട്രഷറർ സുരേഷ് ഇറക്കത്ത്, ക്ഷേത്രം അസിസ്റ്റന്റ് VK രാമചന്ദ്രൻ, ക്ഷേത്രം കഴകം മല്ലിക വാരസിയർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 23-നാണ് പ്രസിദ്ധമായ മങ്ങാട്ടുകാവ് കുംഭഭരണി വേല ആഘോഷിക്കുന്നത്. കോട്ടപ്പുറം, ചിറ്റണ്ട, കിഴക്കുമുറി, പടിഞ്ഞാറ്റുമുറി, തൃക്കണപ്പതിയാരം, കാഞ്ഞിരക്കോട്, കൊടുമ്പ്, കുമ്പളങ്ങാട്, മങ്ങാട്ടുകാവ്, മങ്ങാട് ആശാരിത്തറവാട് എന്നിവിടങ്ങളിൽ നിന്നാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഇരുപ്പുവേല അധികാരപ്പറ പുറപ്പെട്ടു. 18 ദേശത്തിനും പാരമ്പര്യാവകാശിയായ മേലെപുരയ്ക്കൽ കുറുമ്പയുടെ തറവാട്ടിൽ നിന്നുമാണ് പറ പുറപ്പെട്ടത്. മണിമലർക്കാവ് ക്ഷേത്രത്തിൽ ദേവിയുടെ തോറ്റം ചൊല്ലി ആദ്യത്തെ പറയെടുത്തു. ദേവിയുടെ ഉത്ഭവവും ക്ഷേത്രാചാരങ്ങളും പ്രതിപാദിക്കുന്നതാണ് തോറ്റംപാട്ട്. 16 കമ്പുള്ള ഓലക്കുട ചൂടി ദേവി ഈ തട്ടകത്ത് വന്നു കുടിയിരുന്നതിന്റെ പ്രതീകമായി കുരുത്തോല കെട്ടിയ ഓലക്കുടയും ചൂടിയാണ് ദേവി എഴുന്നള്ളുന്നത്. വെള്ളപ്പന്നാട്ടിലേ വലിയൊരു വെള്ളപ്പന്നാടേ വലിയൊരു വെള്ളപ്പന്നാട്ടിലേ ചെറിയൊരു വെള്ളപ്പന്നാടേ. ക്ഷേത്രത്തിൽ പറ പുറപ്പെടുന്ന ദിവസം മുതൽ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ ആചരിച്ച് അശ്വതിവേല കാവേറും. ഭരണി ദിവസം അരിത്താലത്തിനെ അനുഗമിച്ച് നീങ്ങുന്ന ഇരുപ്പുവേല അരിത്താലം സമർപ്പിച്ചതിനു ശേഷം തോറ്റം ചൊല്ലി അവസാനിക്കുന്നതോടെ ക്ഷേത്രത്തിലെ ഭരണിവേല ചടങ്ങുകൾക്കും സമാപനമാകും. അവകാശിയായ കുറുമ്പയുടെ മകനായ അഖിൻഷാ ആണ് ഇപ്പോഴത്തെ കോമരം. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
മറ്റം ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ ഫൊറോന പരിധിയിലെ വിവിധ ഇടവകകളിൽ നിന്നും ത്രിതല പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിച്ചു. ഫൊറോന പള്ളി പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങ് KCYM മറ്റം ഫൊറോന ഡയറക്ടറും ഇളവള്ളി സെന്റ് ആന്റണീസ് പള്ളി വികാരിയുമായ ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായിക്കൽ ഉദ്ഘാടനം ചെയ്തു. KCYM മറ്റം ഫൊറോന പ്രസിഡന്റ് നിജിൽ ജോസ് അധ്യക്ഷനായി. മറ്റം ഫൊറോന പള്ളി സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ ഒരു വർഷത്തെ കർമ്മ പദ്ധതികളുടെ പ്രകാശനം നിർവഹിച്ചു. KCYM മറ്റം ഫൊറോന ജനറൽ സെക്രട്ടറി എഡ്വിൻ ആന്റോ, ട്രഷറർ VJ ആറോൺ, മറ്റം യൂണിറ്റ് പ്രസിഡന്റ് അലക്സ് ജോസ് കെ, എസ്തേർ ജോസ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ KT ലിംസൺ, PD ജോസ്, പ്രസാദ് വാഗ, ജോൺ കാക്കശ്ശേരി, വിനു ജോൺസൺ, അനീഷ് ആന്റണി, ആനി ജോസ്, ലിയ ജോജോ, ലിസി വർഗീസ്, സിമി സ്റ്റെൽസൺ, ആൻലി ജിബി എന്നിവരെയാണ് ആദരിച്ചത്. ചടങ്ങിന് ഫൊറോന ഭാരവാഹികൾ നേതൃത്വം നൽകി. DCC ഗുരുവായൂർ ഭാർഗവൻ പള്ളിക്കര സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ 889ാമത് പ്രോഗ്രാം വ്യാഴാഴ്ച നടക്കും. കൊച്ചിൻ നടന അവതരിപ്പിക്കുന്ന അക്ഷരത്തെറ്റുകൾ എന്ന നാടകത്തിന്റെ അവതരണമാണ് നടക്കുക. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നാടകാവതരണം. ചാവക്കാട് നഗരത്തിലെ വടക്കേ ബൈപ്പാസിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ രൂപപ്പെട്ട അപകടക്കുഴി വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിനായുള്ള നടപടികൾ ആരംഭിച്ചു. ഈ കുഴിയിൽ വീണ് ഇരുചക്ര യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ പരിഹാരം കണ്ടെത്തിയിരുന്നില്ല. CCTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് തുടർ വാർത്തകൾ നൽകിയിരുന്നു. ഇതിനുശേഷമാണ് വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് നടപടിയായത്. പരൂർ കോൾപ്പടവിൽ ഡ്രോൺ ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ മരുന്ന് തളിക്കൽ വിജയകരം. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റും പരൂർ പടവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവുമായ TK ഹസൻ തളികശ്ശേരി ഡ്രോൺ സ്വിച്ച് ഓൺ ചെയ്തു. പരൂർ പടവിൽ ഉപ്പുങ്ങൽ പാലത്തിന് സമീപമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് സമ്പൂർണ്ണ മരുന്ന് തളിക്കൽ നടത്തിയത്. പുന്നേർകുളം കൃഷിഭവന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. കഴിഞ്ഞ വർഷം ഇതിനായി അപേക്ഷ നൽകിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പ്രാവർത്തികമായില്ല. 1 ഏക്കർ പാടശേഖരത്തിൽ മരുന്ന് തളിക്കാൻ 550 രൂപയാണ് ചിലവ്. തൊഴിലാളികളെ വെച്ച് ചെയ്യുന്നതിനേക്കാളും കർഷകർക്ക് ഇത് ലാഭകരമാണ്. 1 ഏക്കർ പാടശേഖരത്തിൽ മരുന്ന് തളിക്കുന്നതിന് 6 മിനിറ്റ് മാത്രമാണ് എടുക്കുന്നത്. തിരൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബീസ്റ്റെച്ച് സൊല്യൂഷൻ കമ്പനിയാണ് തൊലഹത്തിന്റെ നേതൃത്വത്തിൽ മരുന്ന് തളിക്കുന്നത്. ബുധനാഴ്ച രാവിലെ നടത്തിയ പരിപാടിയിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പരൂർ പടവ് കമ്മിറ്റി പ്രസിഡന്റുമായ അബൂബക്കർ കുന്നംകാട്ടയിൽ അധ്യക്ഷത വഹിച്ചു. പുന്നേർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ധർമ്മൻ, വാർഡ് മെമ്പർ നദീറ, പൊന്നാനി കോൾപ്പടവ് സെക്രട്ടറി ദയാനന്ദൻ, ADA സബീന പരീദ്, കൃഷി ഓഫീസർ നയീമ നൌഷാദ്, KV കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പടവ് സെക്രട്ടറി AT അബ്ദുൾ ജബ്ബാർ സ്വാഗതവും കൃഷി ഓഫീസർ നയീമ നൌഷാദ് നന്ദിയും പറഞ്ഞു. കൃഷിഭവൻ ജീവനക്കാരും പരൂർ പടവ് കമ്മിറ്റി കർഷകരും പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം വാദികല വിദ്യാലയം സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി. മഞ്ജുളാലിന് മുന്നിൽ നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്രയിൽ പഞ്ചവാദ്യം ഉൾപ്പെടെയുള്ള വാദ്യങ്ങൾ അകമ്പടിയായി. കിഴക്കേ ഗോപുര കവാടത്തിലെ ദീപസ്തംഭത്തിന് സമീപം സമാപിച്ചു. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും നടന്നു. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന് നൽകിയാണ് ലോഗോയുടെ പ്രകാശനം നിർവഹിച്ചത്. ദേവസ്വം വൈദിക സംസ്കാര പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ P നാരായണൻ നമ്പൂതിരി, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ T രാധിക, അസിസ്റ്റന്റ് മാനേജർ KG സുരേഷ് കുമാർ, PRO വിമൽജി നാഥ്, വാദിവിദ്യാലയം പ്രിൻസിപ്പാൾ TV ശിവദാസൻ, ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ M നളിൻ ബാബു, ജ്യോതിദാസ് ഗുരുവായൂർ, ചവറക്കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാഴാഴ്ചയാണ് സുവർണ ജൂബിലി ആഘോഷം. പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മാർച്ച് 1 ഞായറാഴ്ച ആഘോഷിക്കും. ബുധനാഴ്ച രാത്രി കൂത്തുകൂറയിട്ടതോടെ തട്ടകങ്ങളിൽ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 98 ദേശങ്ങളിലെ തട്ടകത്തമ്മയുടെ പൂരത്തിനായി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയുടെ പിറ്റേ ദിവസം കളരിയിൽ നിന്നുള്ള ആദ്യപറയും കുംഭം 5-ന് ബുധനാഴ്ച കുണ്ടൂരിൽ നിന്നുള്ള അവസാന പറയ്ക്ക് ശേഷം കുണ്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് നടചൊല്ലി മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി. ദീപാരാധന, ചുറ്റിവിളക്ക്, പറയെടുപ്പ്, പള്ളിപ്പാന എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം ഊരാളൻ തത്താണത്തുമന നാരായണൻ നമ്പൂതിരി കൂത്തിന് കൂറയിട്ടു. 13ാം കൂത്തിനാണ് ഇത്തവണ മുലയംപറമ്പത്തുകാവ് പൂരാഘോഷം നടക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, വിശേഷാൽ പൂജകൾക്ക് ശേഷം കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്തും നടക്കും. പൂരം വരെയുള്ള ദിവസങ്ങളിലെ പറയെടുപ്പിന് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തും. പൂരദിവസം ഉച്ചയ്ക്ക് നടപ്പറയും ഉണ്ടാകും. ബുധനാഴ്ച മുതൽ ആരംഭിച്ച കൂത്ത് പൂരദിവസത്തോടെ സമാപിക്കും. മാർച്ച് 1 ഞായറാഴ്ചയാണ് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ സംഗമഭൂമിയായ മുലയംപറമ്പത്ത് കാവിലെ പൂരം നടക്കുക. ഫെബ്രുവരി 28 ശനിയാഴ്ച വൈകിട്ട് മുതൽ പ്രസിദ്ധമായ പൂരവാണിഭം നടക്കും.
പൂരദിവസം 3 ജില്ലകളിൽ നിന്നായി 37 പ്രാദേശിക ആനപ്പൂരങ്ങളിൽ നിന്നായി 44 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഉത്സവ ബലി ഭക്തിസാന്ദ്രമായി. തന്ത്രിമഠത്തിൽ മുണ്ടയൂർ അഗ്നിശർമ്മൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ഉച്ചയ്ക്ക് പ്രസാദഊട്ടുമുണ്ടായി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VK രമാഭായ്, ട്രഷറർ MS വിലാസിനി, MA ശങ്കരനാരായണൻ, CV മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പള്ളിവേട്ട വ്യാഴാഴ്ച വൈകുന്നേരം 7-ന് നടക്കും. വെള്ളിയാഴ്ച രാവിലെ 9-ന് നടക്കുന്ന ആറാട്ട്, ഉച്ച മുതൽ നടക്കുന്ന ദേശപൂരം എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും. ദശാബ്ദങ്ങളായി ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകരുടെ ആശ്രയമായിരുന്ന KTDC നന്ദനം ഹോട്ടൽ ഓർമ്മയാകുന്നു. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലമുള്ള ബലക്ഷയമാണ് പെട്ടെന്നുള്ള അടച്ചുപൂട്ടലിന് കാരണമായത്. ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന ഒരു സർക്കാർ സ്ഥാപനം ഇത്തരത്തിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് ജീവനക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ വേദനയാവുകയാണ്. 1977 മെയ് 18-ന് അന്നത്തെ ടൂറിസം മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയയാണ് കെട്ടിടം നാടിന് സമർപ്പിച്ചത്. 45 മുറികൾ, വിശാലമായ കല്യാണ മണ്ഡപം, റെസ്റ്റോറന്റ് എന്നിവ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. KTDCയുടെ കീഴിൽ സംസ്ഥാനത്ത് ഏറ്റവും ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കിൽ ഗുണമേന്മയുള്ള സേവനം ഉറപ്പാക്കിയിരുന്നതിനാൽ നന്ദനത്തിന് എപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അടച്ചുപൂട്ടലും ജീവനക്കാരുടെ മാറ്റവും കഴിഞ്ഞ ഓണക്കാലത്ത് പായസമേള ഉൾപ്പെടെ വൻ വിജയകരമായി നടത്തിയ ശേഷമാണ് ഒക്ടോബർ 20ഓടെ പൂട്ടൽ നടപടികളിലേക്ക് നീങ്ങിയത്. ഇവിടെയുണ്ടായിരുന്ന 11 സ്ഥിര ജീവനക്കാരെ KTDCയുടെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി നിയമിച്ചു. താൽക്കാലിക ജീവനക്കാരെയും കരാർ തൊഴിലാളികളെയും പിരിച്ചുവിട്ടു. ഇത് 40ഓളം കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഹോട്ടലിലെ ഫർണിച്ചറുകളും മറ്റ് അനുബന്ധ സാമഗ്രികളും ഇതിനോടകം തന്നെ മറ്റ് യൂണിറ്റുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന സാങ്കേതിക റിപ്പോർട്ടിനെ തുടർന്നാണ് കർശന നടപടിയെന്ന് KTDC ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എന്നാൽ നന്ദനത്തിന്റെ സേവനം പൂർണ്ണമായും നിർത്തലാക്കില്ല. നിലവിലുള്ള ബലക്ഷയമുള്ള കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കും. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയൊരു കെട്ടിടം ഇതേ സ്ഥാനത്ത് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അധികൃതർ വ്യക്തമാക്കി. ഭക്തജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഈ കേന്ദ്രം എത്രയും വേഗം പുനർനിർമ്മിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർ. കവിതാ കഫേ പുരസ്കാരം കവി രാപ്രസാദിന് സമ്മാനിച്ചു. പട്ടാമ്പി കവിതാ കാർണിവലിലാണ് രാപ്രസാദിന് പുരസ്കാരം സമ്മാനിച്ചത്. ശാല എന്ന കവിതയാണ് പുരസ്കാരത്തിന് അർഹമായത്. 5000 രൂപയും പ്രശസ്തി പത്രവുമായിരുന്നു പുരസ്കാരം. കവിയും എഴുത്തുകാരനും സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ K സച്ചിദാനന്ദൻ ചെയർമാനായും കവി എടപ്പാൾ C സുബ്രഹ്മണ്യൻ, കവിതാ കഫേ ചെയർമാൻ കരീം അരിയന്നൂർ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് 150 കവിതകളിൽ നിന്ന് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ചടങ്ങിൽ എടപ്പാൾ C സുബ്രഹ്മണ്യൻ, കരീം അരിയന്നൂർ, കവി ജയേന്ദ്രൻ മേലഴിയും സംസാരിച്ചു. പ്രമുഖ എഴുത്തുകാരനും പത്രാധിപരുമായ KC നാരായണൻ, കവി ലോപമുദ്ര, പട്ടാമ്പി കവിതാ കാർണിവൽ സംഘാടകരായ അനിൽകുമാർ, K സന്തോഷ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പുരസ്കാര സമർപ്പണം നടന്നത്. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ വികസന പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുന്നതിനായുള്ള വികസന സെമിനാർ നടന്നു. പഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ CG ഷാബു കരട് പദ്ധതി രേഖ പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല കരട് പദ്ധതി അവതരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K ബാബുനാസർ എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സവിത അജി സ്വാഗതവും പ്ലാൻ ഫെസിലിറ്റേറ്റർ ഷഹന അലി നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടിയിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ സവേര ഹോട്ടലിന്റെ ഉടമ പീതാംബരന്റെ നിര്യാണത്തിൽ എരുമപ്പെട്ടി പൗരാവലി അനുശോചിച്ചു. എരുമപ്പെട്ടി സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ യോഗത്തിന് ചെയർമാൻ KM അഷ്റഫ് അധ്യക്ഷനായി. വൈസ് ചെയർമാനും എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റുമായ റഷീദ് എരുമപ്പെട്ടി ആമുഖ പ്രഭാഷണം നടത്തി. കൺവീനർ MA ഉസ്മാൻ സ്വാഗതം പറഞ്ഞു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, മെമ്പർമാരായ രാജി സോമൻ, NK കബീർ, K ഗോവിന്ദൻകുട്ടി, ഷാജി വർഗീസ്, VV വിവേക്, AS ചന്ദ്രൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു, CPM ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് MC ഐജു, BJP സംസ്ഥാന കൌൺസിൽ അംഗം E ചന്ദ്രൻ, NCP ജില്ലാ സെക്രട്ടറി TG സുന്ദർലാൽ തുടങ്ങിയവർ സംസാരിച്ചു.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,80 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. പഴഞ്ഞി അയ്നൂർ വടാശ്ശേരി വീട്ടിൽ മിലിറ്ററി ശ്രീധരൻ ഭാര്യ ശാന്ത നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11:30 വീട്ടുവളപ്പിൽ നടക്കും. സൗമ്യ, നിഖിൽ, പരേതയായ നിമ്മി എന്നിവർ മക്കളാണ്. കടവല്ലൂർ വട്ടമാവ് കല്ലുളുമ്പിൽ വീട്ടിൽ KC ജയരാജ് നിര്യാതനായി. റിട്ടയേർഡ് KSCB ജീവനക്കാരനായിരുന്നു പരേതൻ. 60 വയസ്സാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. സുബിതയാണ് ഭാര്യ. അർജുൻ, അരുന്ധതി എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വർഗീയതയ്ക്കുമെതിരെയുള്ള ജനാധിപത്യപരമായ തേരോട്ടത്തിൽ കുന്നംകുളത്തിന്റെ കോട്ടക്കോത്തളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ത്രിവർണ്ണ കൊടിപാറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുതുയുഗയാത്രയ്ക്ക് കുന്നംകുളത്തും ചാവക്കാടും ഉജ്ജ്വല സ്വീകരണം. കുന്നംകുളം തൃശൂർ യാത്രയ്ക്ക് ഇനി വേഗം കൂടും. നവീകരിച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ പാർമേക്കാവ് മുതൽ കല്ലുംപുറം വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ പൂർത്തീകരണ ഉദ്ഘാടനം നാളെ രാവിലെ 10:30 കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന വേദിയിൽ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങ് CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഇരുപ്പുവേല അധികാരപ്പറ പുറപ്പെട്ടു. 18 ദേശത്തിനും പാരമ്പര്യാവകാശിയായ മേലേപ്പുരയ്ക്കൽ കുറുമ്പയുടെ തറവാട്ടിൽ നിന്നുമാണ് പറ പുറപ്പെട്ടത്. വേലയാഘോഷം ഫെബ്രുവരി 22, 23, 24 തീയതികളിൽ. ഗുരുവായൂർ തിരുവെങ്കിടം നിവാസികളുടെ റെയിൽവേ അടിപ്പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ദക്ഷിണ റെയിൽവേ ഇതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.